അതെ നിനക്ക് കിടന്നാ മതിയോ? 10 കാശുണ്ടാക്കണ്ടേ? കാശുണ്ടാക്കണമെങ്കിൽ ആരെങ്കിലും ജോലി തരണം. പഠിപ്പിക്കാൻ വിട്ട സമയത്ത് പഠിക്കാൻ പോകണമല്ലോ. അല്ല, നീ ഏതുവരെ പഠിച്ച്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് 9ാം ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡിച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കിയല്ലടാ നിന്നെ. ഈയടാ സമ്മർദ്ദം. നിനക്ക് ഇത്രയും പഠിത്തോട്ടെ നീ എന്ത് ജോലിക്ക് പോകത്തത്? എടാ, ഒന്നും ഇല്ലേലും ഞാൻ 10ാം ക്ലാസ്സിൽ 1 മാസം വരെ പഠിച്ചറിയോ? അത് അവിടെ നിർത്തി പോയത്? അത് 1 മാസമായപ്പോൾ എനിക്ക് മനസ്സിലായി പൂർത്തിയാക്കാൻ പറ്റില്ല, അങ്ങനെ ഞാൻ നിർത്തി. വലിയ കാര്യമായി. അപ്പൊ അതാണ് അവിടുത്തെ വിഷയം. അതാണോ ഇവിടുത്തെ വിഷയം? അതാണ് ഞാനും ചോദിക്കുന്നത്. നമുക്ക് വല്ല ബിസിനസ്സും തുടങ്ങും. അതാകുമ്പോൾ ഇവിടുത്തെ ഒരു തെണ്ടിയുടെയും കാല് പിടിക്കുന്നത്. ബിസിനസ്സാ? എന്ത് ബിസിനസ്? തേങ്ങ. ഒരുമാതിരി മറ്റേടത്ത് സോങ് കാണിച്ചോണ്ടല്ലോ. അല്ല, തേങ്ങ ബിസിനസ് തുടങ്ങാതെ നല്ല ബിസിനസ്സാ. ഇപ്പൊ എണ്ണയ്ക്കൊക്കെ എന്താ വിലയെന്ന് അറിയാമോ? അത് ശരിയാണല്ലോ. ഇത് കണ്ട, കുറച്ച് എണ്ണ തലത്തേക്ക് എടുത്തതിന് അമ്മ പറ്റിച്ച പണിയാണ്. ചട്ടും വെച്ച് പുള്ളിച്ചോളാം. സ്വന്തം മോനെയും കാട്ടി പോലെ വെളിച്ചെണ്ണിക്കണം. അതല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ തേങ്ങ പറിക്കുന്നു, ഉണക്കുന്നു, ആട്ടുന്നു, കുപ്പിയിലാക്കുന്നു. ഇപ്പോഴത്തെ ബിസിനസ് അനുസരിച്ച് മിനിമം 500 രൂപ ഉണ്ട് മാർക്കറ്റിൽ. നമ്മൾ 400 രൂപയ്ക്ക് കൊടുക്കും. അപ്പൊ കൂടുതൽ പോവും. ഒരു ദിവസം മിനിമം 10 കുപ്പി വിറ്റ് കഴിഞ്ഞാൽ ഒരു 4000 രൂപ കിട്ടും. 4000 രൂപ കിട്ടും. ചിലവെല്ലാം കൂടെ 500 രൂപ കൂട്ടിക്കോ, എന്നാലും 3000 രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കും. അതെല്ലാം കൂടെ കൂട്ടി 1 മാസം ആകുമ്പോഴത്തേക്ക് മിനിമം 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ. 1 ലക്ഷം രൂപ? അയ്യോ, എന്ത് പൊളി ഐഡിയ. ഇത് പൊളിക്കും. പൊളിക്കും. പക്ഷേ ഈ തേങ്ങ ഇരിപ്പുണ്ട് മരവാഴകള് ആരെ പറ്റിക്കായിരിക്കണോ എന്തോ. തേങ്ങ എന്തോടാ വായി നോക്കി വഴി കുത്തിയിരിക്കുന്നത്? നിനക്ക് വല്ല പണിക്കാൻ പോകൂടെ? അല്ല, നിങ്ങൾ കുറച്ച് പണി നമ്മൾ ചെയ്യാം. ഒക്കെ വേണ്ടേ? ഞാൻ അറിഞ്ഞ കാലുവേത്ത ജോസേട്ടനെ പറ്റിച്ചത്. അങ്ങനെ വാഴക്കൊലയും വിൽക്കാൻ കൊണ്ട് ഇരട്ടി കാശിന് വിറ്റ് അതിന്റെ പകുതി കാശിലാണ് നീക്ക് അങ്ങനെ തിരിച്ചുകൊണ്ട് എടുത്തോളൂ. നാണോ ഇല്ലാടാ നിനക്കൊക്കെ? പിന്നെ കൊല ഒറ്റയ്ക്ക് നടന്നു പോകും. അത് ആരെങ്കിലും സഹായിക്കണ്ടേ? എങ്ങനെ ഇതാണ് ആർക്ക് ഈ കാലത്ത് സഹായം ചെയ്യുന്നു? പിന്നെ ജോസേട്ടനുള്ള കാശില്ലേ, നമ്മൾ തിരിച്ചു കൊടുത്തല്ല. നീയൊക്കെ കാശ് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞത്. വല്ല പണിയെടുത്ത് ജീവിക്കടാ. എന്ത് കറുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്? മലയ്ക്കല്ലേ പോകുന്ന സ്വാമിയേ, നിന്നെ നീ തന്നെ കാത്തോണ്ടേ. സന്ധ്യപ്പറപ്പിക്കാനായിട്ട് ഒരെണ്ണം. അല്ല, ഈ തേങ്ങ നമ്മൾ എവിടെ നിൽക്കും? ഇപ്പൊ പോയൊരു തെങ്ങും തോപ്പുണ്ടല്ലോ, അതിനാൾ തരണ്ടേ? തരൂല. പിന്നെ നമ്മൾ ചോദിക്കാൻ പോകരുത്. ആരും അറിയാം, രാത്രി 12 മണിക്ക് നമ്മൾ തോപ്പി പോവും. കുറച്ച് തേങ്ങ നമ്മൾ കൊണ്ടുപോയി പോരും. ഇതിനാണ് മോഷണം എന്ന് പറയുന്നത്. വെറുതെ നാട്ടുകാരെ കള്ളം വിളിക്കുന്നത്. ഇതല്ല, നിങ്ങളുടെ ഒരു പരിപാടി ഞാനില്ല. എന്റെ കുഞ്ഞമ്മയ്ക്ക് ചിപ്സ് ഉണ്ടാക്കി പോ. ഇഷ്ടപ്പെടാൻ വഴി പറഞ്ഞപ്പോഴത്തേക്ക് അത് വേണ്ടെന്ന് പോയി ചാവ്. വേണ്ട തേങ്ങ ശരിയാവും. പോത്ത് വെച്ചോളൂ ബാക്കി. അതാ ഇറച്ചിയും കിട്ടും, ചാണകവും കിട്ടും.